ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അസാധ്യ ടേസ്റ്റുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. വെറുതെ പറയല്ല, നമ്മളിത് തണുപ്പിച്ചിട്ടുമല്ല കേട്ടോ കഴിക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള, നല്ല കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 5-8 പീസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതിൽ 4 കാണിച്ചിട്ടുള്ളൂ. എന്നാലും നമ്മൾ എടുക്കുന്ന ആ പാത്രത്തിനനുസരിച്ച് നമുക്ക് ബ്രെഡ് വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ സൈഡ് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നോർമൽ പുഡിങ്ങിൽ നിന്ന് നല്ല വ്യത്യാസമുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. കാരണം നമ്മളിത് ബേക്ക് ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നത്. ഓവനില്ലാതെയാണ് നമ്മൾ ബേക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ചൂടോടെയാണ് നമ്മളിത് കഴിക്കുന്നതും. നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ ഒരു സൈഡിൽ മാത്രമായിട്ട് തേച്ച് കൊടുക്കുക ബ്രെഡിൻ്റെ. കാരണം നമ്മൾ ഈ ബട്ടർ തേച്ചിട്ട് നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ കഴിക്കുമ്പോൾ ആ ഒരു ഇടയ്ക്കൊരു ക്രഞ്ചി ഫീലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ സ്ലൈസിലും ഇതുപോലെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ആയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിനും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡിന് ഇതുപോലെ ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ബ്രെഡിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കുക. ആദ്യം ഇതുപോലെ ഒന്ന് സെറ്റായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്യാപ്പ് ഉള്ളിടത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ടും ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5-8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സ് ഉണ്ടാക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഒരുപാട് തിക്കാക്കിയിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ മാത്രം കോൺഫ്ലോർ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആ കട്ടയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ബാക്കി പാലോടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോഴാണെങ്കിലും ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലോർ ഇട്ട് നല്ലപോലെ തിക്കാക്കി എടുക്കും. പക്ഷേ ഇത്തവണ അങ്ങനെ ചെയ്യണ്ട. അപ്പോൾ നന്നായിട്ട് ഇതേ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം നിങ്ങൾ നോക്കിയിട്ട് ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് തുടങ്ങണം. ഒരുപാട് തിക്കാവേണ്ട, ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയാൽ മതി. അപ്പോൾ അതെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കൂടി ഒന്ന് ആയതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ കുറച്ച് 1 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതെ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ചൂടാറുമ്പോൾ കുറച്ചും കൂടി തിക്കാവും. അപ്പോൾ അതെ ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ ചൂടില്ലാത്ത പരുവത്തിൽ നമ്മൾ ഫാനിൻ്റെ ചോട്ടിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക. ഫ്രിഡ്ജിൽ വെക്കേണ്ട, ചൂടാറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കോൺഫ്ലോർ ഇട്ട് വേവിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് എന്താ പറയുക ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെഡിൻ്റെ മേലയിൽ ഈസി ആയിട്ട് ഒഴിക്കാൻ പറ്റും. നമ്മൾ ആദ്യമേ കോൺഫ്ലോർ ചേർത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബ്രെഡിൽ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. ബ്രെഡ് നന്നായിട്ട് സെറ്റായി കിട്ടില്ല. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ മേലെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ പാത്രത്തിൽ ഇത് മുഴുവനായിട്ട് എനിക്ക് ഒഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 1-2 തവി ബാക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ട്രേക്ക് അനുസരിച്ചിരിക്കും കേട്ടോ ഇതിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ബേക്കായി വരുമ്പോൾ ഇതുപോലെ ഒരു ടെക്സ്ചർ ആയിരിക്കില്ല ഉണ്ടാവുക. എന്താ പറയുക, ജസ്റ്റ് ഒരു ഏകദേശം ഒരു കേക്കൊക്കെ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന അവിടെയൊക്കെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലയിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആവുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രയും ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്, കാരണം അത് വെന്ത് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു പാത്രമാണിത്. 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക ആദ്യം. അതിനുശേഷം പിന്നെ ഫ്ലെയിം ലോയിലോട്ട് മാറ്റിയിട്ട് ഒരു 25 തൊട്ട് 30 മിനിറ്റ് വരെ ഏകദേശം എടുക്കും ഇത് ബേക്കായി വരാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ മനസ്സിലാവാമെന്ന് വെച്ചാൽ നമ്മളിത് തുറന്നിട്ട് തൊട്ട് നോക്കുന്ന സമയത്ത് ആ ലിക്വിഡായിട്ടുള്ള ആ ഒരു ഇത് മാറിയിട്ട് ഏകദേശം ഒരു കേക്കിൻ്റെ പരുവത്തിൽ വന്നിട്ടുണ്ടാവും. തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും എവിടെയും വെള്ളം മാതിരി കിടക്കാൻ പാടില്ല. അതിൻ്റെ മേലത്തെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടാവണം. അപ്പോൾ ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് ചെറിയ ചൂടിൽ കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. തണുപ്പിച്ച് കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷേ ആ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് അവിടെ നിന്നൊക്കെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ബ്രെഡുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. കാണുമ്പോൾ വലിയ ലുക്കൊന്നുമില്ല, പക്ഷേ ഒരു എന്താ പറയുക ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ ആയതുകൊണ്ടും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ആയതുകൊണ്ടും നമുക്ക് ആർക്ക് കൊടുത്താലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിതെടുത്ത് കഴിച്ച് നോക്കാം. ബ്രെഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.